ദേ പറഞ്ഞ സമയത്ത് ഞാൻ എത്തിച്ചിട്ടില്ലേ? കറക്റ്റ് ടൈം. ഓക്കെ അല്ലേ? ആ പോയിട്ടോ. ഹായ്. ഹലോ. ഗുഡ് മോർണിംഗ്. കാര്യമായിട്ട് പറഞ്ഞു. എന്തേ മാഡം ജ്യൂസ്? അയ്യോ സോറി. സോറി ചേട്ടാ. സോറി ചേട്ടാ സോറി. ഞാൻ നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഒത്തുപോകില്ലെന്ന് ഞാൻ പറയുന്നത്. ഇതിപ്പോ പല തവണയായി. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇനി അവിടെ വന്നെന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് ഹിമ. പക്ഷേ കോയമ്പത്തൂർ പഠിക്കാൻ പോയപ്പോഴും അവൾ എന്നിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നീ ഞങ്ങളുടെ ഇടയിൽ വരുന്നത് വരെ. എന്നിട്ടും ആ പ്രതീക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ ന്യൂ ഇയറിന് അവളെ കാണാൻ ഞാൻ കോയമ്പത്തൂർ എത്തിയത്. ആ ഹിമേ, നിനക്ക് എന്താടാ വേണ്ടേ? നീ ഏതാ? ഹിമയുടെ? ഞാനോ? ഞാൻ അവിടെ കെട്ടാൻ പോകുന്നോളാ. പേര് അഞ്ജു. ഞങ്ങൾ മുടിഞ്ഞ പ്രണയത്തില. ഇനി എന്തെങ്കിലും അറിയണ്ടോ നിനക്ക്? നീ എന്താ പറഞ്ഞേ? ആരാ അത്? ഇത് അവളെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്ന ആ തെണ്ടിയാ സാം. ഓ അവനാണോ? എങ്കിൽ ഫോണിങ് ബാക്കി ഞാൻ പറയാം. എടാ പട്ടി തെണ്ടിച്ചെറ്റേ, അവളുടെ പിന്നാലെ നടക്കരുത്. അവള് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഹിമയ്ക്ക് നിന്നെ ഇഷ്ടമല്ല. അവൾ ഒരിക്കലും നിനക്ക് കിട്ടാനും പോകുന്നില്ല. ഇനി എങ്ങാനും നീ ഈ ഫോണിലേക്ക് വിളിച്ചാ വെച്ചിട്ട് പോടുകളെ.
എന്തിനാ നീ അവരെ ഇതിൽ ഉൾപ്പെടുത്തിയത്? അതല്ലേ മെയിൻ ട്വിസ്റ്റ്. എൻ്റെ ഹിമയെ എന്നീന്ന് അകറ്റിയ നിങ്ങളെല്ലാവരെയും ഓരോരുത്തരായിട്ട് തീർക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങി നിന്നെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു, കിട്ടിയില്ല. നീ ഇനി പറഞ്ഞു നടക്കുമായിരുന്നല്ലോ. അപ്പോഴാണ് ഞാൻ അവരെ സെലക്ട് ചെയ്തത്. യാത്രാമോഹികളായ അവരെ വീഴ്ത്താൻ എനിക്കധികം സമയമൊന്നും വേണ്ടി വന്നില്ല. നമുക്ക് ക്യാമ്പും എല്ലാം ഇവന്റെ ട്രാപ്പായിരുന്നു. ആരാ പറഞ്ഞ ബോബി ഇതെല്ലാം നിന്റെ പ്ലാനാണെന്ന്? ഇതെല്ലാം എൻ്റെയും കൂടെ പ്ലാനാണ് ബോബി. ഹിമയെ ഞാൻ കൊന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടും അവൾ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടും എനിക്ക് ആദ്യമേ നിന്നെ സംശയം ഉണ്ടായിരുന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ എനിക്കാകെ നിന്നെക്കുറിച്ചുള്ള അറിവ് സാം എന്നൊരു പേരും അവൾ അന്ന് എനിക്ക് കാണിച്ചെന്ന ഒരു ഇൻസ്റ്റഗ്രാം ID മാത്രമായിരുന്നു. நாங்கள் கேள்விப்பட்டோம். ஆனால் அந்த பிரச்சனைக்கு அப்புறம் இந்த வீட்டுக்கு யாரும் குடி வரல. പിന്നെ CCTV കാര്യം അന്ന് പോലീസ് കുറെ അതൊക്കെ നോക്കിയതാ, കാര്യമൊന്നും ഉണ്ടായില്ല. അവനങ്ങനെയൊന്നും പിടുത്തം കിട്ടില്ല. ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. ഇവിടെ ആരോട്ടും കൂട്ടൊന്നുമില്ല. പിന്നെ ഇപ്പൊ ക്യാമ്പ് ട്രെക്കിംഗ് എന്ന് പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നടക്കുക. ഇതാണ് അവൻ്റെ വീട്. നിങ്ങൾ നോക്കിട്ടോ, ഞാൻ അവിടെ വയ്ക്കാം. ചെറുപ്പം തൊട്ട് അവൻ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അവനത് കിട്ടിയിരിക്കണം. എന്നാ നമുക്ക് ടീമാവാം. ആദ്യം നീ വിളിച്ചോ. സുഭാഷ് ബാബു ഞങ്ങക്ക്, അജയ് രാജേഷും നിങ്ങക്ക്. എന്നാ ഗോപി ഞങ്ങൾക്ക് വേണം. സാമന വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ. അത് വേണ്ട, സാമൻ നിങ്ങൾ എടുത്തോ. ഞങ്ങക്ക് ഗോപി മതി. ഇഷ്ടപ്പെടുന്ന എന്തും മറ്റാർക്കും സ്വന്തമാവാതിരിക്കാൻ അവനതിനെ നശിപ്പിച്ചു കളയും. പുതുവർഷം ആരംഭിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ക്യാമ്പിൽ ഇപ്പൊ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കാണും. കഴിഞ്ഞ കൊല്ലം ഇതേ രാത്രിയില് നീ എന്നിന്ന് തട്ടിയെടുത്ത് എന്റെ ഹിമയെ എന്റെ ഈ കൈ കൊണ്ട് തന്നെയാണ് തീർത്തത്. നീ ഒരുത്തിയ നീ കാരണ നീ
സെലിബ്രേഷൻ. പക്ഷേ സത്യം ഒരു രണ്ടുപേരും കൂടി അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കെന്റെ തീരുമാനം മാറ്റേണ്ടി വന്നു. എനിക്കെന്റെ തീരുമാനം ഹാപ്പി ന്യൂ ഇയർ 2024 കൂടൽ സെറ്റല്ലേ? സെറ്റല്ലേ? അപ്പൊ എല്ലാ വട്ടോളെയും വരി വിളിച്ചാലോ? വിളിക്കല്ലേ? റെഡി ടൈം എല്ലാരും എല്ലാരും വാ എല്ലാരും വാ വേഗം ഓക്കെ അടിപൊളി. എന്നാ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? ബ്രോ അവരിതുവരെ വന്നില്ലല്ലോ. ആര്? ആ നമ്മുടെ ബോബിയും പിന്നെ 3 പെൺകുട്ടികളും. അവര് വന്നോളൂ. ആശാന നിനക്ക് അറിയാത്തോണ്ടാ. ആശാ നൈറ്റ് ഡ്രൈവ് പറപ്പിച്ച ചിലപ്പോ ഹിമാലയത്തിൽ എത്തിക്കാണും. അതുകൊണ്ട് അവരെ നോക്കണം. അതെ അതെ അതെ. ഇനിയിപ്പോ അവര് വന്നാലും വന്നില്ലെങ്കിലും കൃത്യം 12 മണിക്ക് തന്നെ നമ്മൾ സെലിബ്രേഷൻ ആരംഭിച്ചിരിക്കും. അതുപോലെ